അമ്മയാ. ആരെങ്കിലും ഒരാൾ സ്കൂളിൽ പോയി പഠിച്ചാൽ മതി എന്ന് ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ നോക്കുവല്ലേ? എന്നാ പിന്നെ അമ്മ പഠിക്കട്ടെ, പഠിച്ച് വലിയ കളക്ടർ ആവട്ടെ. ഞാൻ പഠിക്കുന്നില്ല, തീർന്നില്ല പ്രശ്നം. നിർത്തടി നിന്റെ അധിക പ്രസംഗം. മര്യാദയ്ക്ക് ഈ ബുക്സ് ഒക്കെ എടുത്ത് തിരിച്ചു വയ്ക്കേ. ഈ പുസ്തകങ്ങൾ നിനക്ക് വാങ്ങിത്തരാൻ വേണ്ടി അമ്മ സഹിച്ച ത്യാഗങ്ങൾ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എടി തിരിച്ചു വയ്ക്കാനാ നിന്റെ അടുത്ത് പറഞ്ഞേ. നിന്റെ പഠിത്തം നിന്റെ ഭാവിയാണ്, അത് നീയാ നോക്കേണ്ടത്. അമ്മ ഇതിന്ന് തോറ്റ് പിന്മാറാൻ നീ ഒട്ടും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ അമ്മ ഒരു ആറ്റം ബോംബാ, വീണിടം ഭസ്മാക്കിയിട്ടേ പോവൂ. അതുകൊണ്ട് അമ്മയെ നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവും ആണോ? എന്നാ അതേ അമ്മയുടെ മോള് തന്നെയാ ഞാനും. ഞാനൊരു തീരുമാനം എടുത്താൽ അത് എടുത്തത് തന്നെയാ. പഠിത്തമൊക്കെ മതിയാക്കി മോളെന്താ തൊഴിലുറപ്പിന് പോകാൻ പോകണോ? അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. കൊച്ചേട്ടൻ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഈ വീട്ടിലെ ഏറ്റവും ഇളയത് നീയാ. നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ മറ്റെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അവളുടെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട പോലും. എന്നാൽ അവകാശം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ, എന്നോട് ആരും മിണ്ടാ വരണ്ട. നിന്റെ സ്കൂളിന് പകരേ അമ്മ എന്റെ കോളേജിലാണ് ജോയിൻ ചെയ്തിരുന്നെങ്കിലേ ഞാനതൊരു ആഘോഷാക്കി മാറ്റിയേനെ. അമ്മ എന്റെ ഒപ്പം കൊണ്ടുപോയി ഒരേ ബെഞ്ചിലിരുത്തിയേനെ. അതിന്റെ പേരിൽ ഏവനെങ്കിലും എന്നെ കളിയാക്കാൻ വന്നാലേ നിന്നെയൊക്കെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ അവരെയൊക്കെ വെല്ലുവിളിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യേ, നിന്നെ പോലെ ഈഗോ കണ്ടുപിടിച്ച ഒരു മരമാക്രിക്കൊപ്പം പഠിക്കാനാ അമ്മയുടെ വിധി. കൊച്ചേട്ടാ, ഒന്നാമത്തെ കാര്യം ഞാൻ കിളി പോയിരിക്ക. വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ വട്ടുപിടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓഹോ, ഇനി എന്തോന്ന് പിടിപ്പിക്കാൻ? ഇങ്ങനെ വളവള പ്രസംഗിക്കാൻ എളുപ്പാ. ഇപ്പൊ പറഞ്ഞതുപോലെ ഏട്ടന്റെ കോളേജിലേക്ക് അമ്മ പഠിക്കാൻ വന്ന എന്നെക്കാൾ മോശമായിരിക്കും ഏട്ടന്റെ അവസ്ഥ. അത് നിന്റെ തോന്നലാ. എത്ര നേരം ഈ ബഹളം തുടങ്ങിയിട്ട്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സഹിക്കാൻ പറ്റാത്ത മുടയല്ലേ വാലിച്ചേട്ടാ ഇവക്ക്. അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. അമ്മ ചെന്ന് കേൺ അപേക്ഷിച്ചിട്ടും തിരിച്ച് രാത്രി പോലും വീട്ടിലേക്ക് വരാതിരിക്ക. ഇവളാരാന്നാ ഇവളെ വിചാരം? ദേ ഇപ്പൊ ബുക്സ് എല്ലാം കൂടെ എടുത്ത് ആക്രി കൊടുക്കാൻ പോവാ. പഠിക്കാൻ വയ്യ പോലും. എന്താ മീനു ഇത്? അമ്മ കാണിച്ചത് എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാ. ഇത്ര സീരിയസ് ആയ ഒരു വിഷയത്തെ ഇത്ര നിസ്സാരമായിട്ടാണോ കാണേണ്ടത്? ഇതൊക്കെ കേട്ടിട്ട് എന്തിനാ വലിയേട്ടൻ മിണ്ടാ നിൽക്കുന്നത്? ഇത് ഞാൻ കൂട്ടിയാ കൂടുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ നിന്ന് കളയാൻ സമയവും ഇല്ല. ഐ എം ഓൾറെഡി ലേറ്റ്. ചേട്ടാ, ഞാൻ ബേക്കറി ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് അതുവരെ ഒന്ന് പോണം. Hello everyone. Today we will have a detailed study on transitive and intransitive verbs. Sudhamani, please stand up. സുധാമണിയെ കുറിച്ച് വിശ്വനാഥൻ സാറിന് ഹൈ റിഗാർഡ്സ് ആണല്ലോ. വെൽക്കം ടു ക്ലാസ് 10. താങ്ക് യു. വുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദി ക്ലാസ്? എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ഈ കുട്ടികളോടൊന്ന് പറയൂ. എന്റെ പേര് സുധാമണി എന്നാ. ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. എനിക്ക് അത്ര നന്നായിട്ട് അങ്ങോട്ട് ഇംഗ്ലീഷ് അറിയില്ല മാഡം. എന്നാലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. ട്രൈ ചെയ്ത് നോക്ക്. മൈ നെയിം ഈസ് സുധാമണി. I from Kannur. Housewife. I catering breakfast and lunch. I like study. I study 9th standard in the village back. Silence. I 2 boys, 1 girl. All of you keep quiet. I think that's enough. ഇരുന്നോളൂ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. താങ്ക് യു. അല്ല, സുധാമണിയുടെ യൂണിഫോം എവിടെ? യൂണിഫോം കുട്ടിയൊക്കെ ഉള്ളതല്ലേ? കുട്ടികൾക്കൊപ്പം ക്ലാസ്സിലിരുന്ന് പഠിക്കണമെങ്കിൽ യൂണിഫോം നിർബന്ധമാണ്. ബ്രേക്ക് ടൈമിൽ സ്റ്റോർ റൂമിൽ പോയി യൂണിഫോമിനുള്ള ക്ലോത്ത്സ് കളക്ട് ചെയ്യണം. അത് സ്റ്റിച്ച് ചെയ്ത് നാളെ മുതൽ യൂണിഫോം ഇട്ട് വരികയും വേണം.
ഇറ്റ്സ് കമ്പൽസറി. ശരി മാഡം. All of you take out your grammar textbook and go to page number 12. ഇതന്നെയല്ലേ? എനിക്കെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടാ? ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കയറുന്നില്ല. പ്രകാശരശ്മികളെ കുറിച്ചാണ് സാർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. ആരല്ല ഈ പ്രകാശും രശ്മിയും? എന്റെ കൂട്ടുകാരാ? അയ്യോ അല്ല, ലൈറ്റ് റേസിനെ കുറിച്ചാ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നീ എന്തെന്നല്ല ഈ പറയുന്നത്? ഇന്നെക്കാളും ഭേദം സാറാ. As the light passes through the glass prism. സുധാമണി, ക്ലാസ്സിനുള്ളിൽ ഇരുന്ന് സംസാരിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. Both of you stand up. സുധാമണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? Both of you get out of my class. I said get out. ആന്റി ക്ലാസ്സിന് പുറത്തു പോകാനാ സാറ് പറഞ്ഞ്. ബാഗ് എടുക്കണ? അയ്യോ വേണ്ട, വാ. ഞാൻ ചോദിക്കുന്ന മണ്ടത്തരത്തിന് നീ മറുപടി പറയേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ കാരണം ഇപ്പൊ നീയും കൂടി ക്ലാസ്സിന് പുറത്തായി. ആ പോട്ടെ, സാരമില്ല. ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇംഗ്ലീഷിൽ എടുക്കുന്ന മനസ്സിലാക്കാം. സയൻസും കണക്കും അല്ലേ ഇംഗ്ലീഷ് പഠിപ്പിച്ച എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? വിശ്വനാഥ് സാറ് എന്താണ്? ലാവിഷാണല്ലോ. എന്നോട് സാർ ക്ഷമിക്കണം. എന്തിനാ? ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സാറിനെ നാണം കെടുത്തി. ഇന്ന് എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി. ചെറുപ്പത്തില് നമ്മളെ സ്കൂളിൽ സംശയം ചോദിക്കുന്നവരെ പുരുഷോത്തമൻ സാറിന് ഭയങ്കര ഇഷ്ടേനു. സംശയങ്ങൾ അറിവിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാന്ന് മാഷ് എപ്പം പറയുവേനു. എന്നാ നഗരത്തില് സംശയം ചോദിച്ചാ ക്ലാസ്സിന്ന് പുറത്താക്കും. അക്കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായ. പക്ഷേ ഉണ്ടല്ല, ആല്ലാം കൊണ്ട് എന്റെ ധൈര്യവും ആത്മവിശ്വാസവും ചോർന്നു പോയിന്ന് സാറിന് തോന്നുന്നുണ്ടാ? എന്റെ ധൈര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ആ ഇതന്നെയാണ് എന്റെ മക്കളും എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയത്. ആര് കേക്കാൻ? പക്ഷെ ഞാൻ തോറ്റൊന്നും സമ്മതിക്കില്ല. ആരുടെ പരിഹാസങ്ങൾക്ക് മുമ്പിലും ഞാൻ ചൂളിപ്പോവില്ല. കൂടുതൽ ശക്തിയോടെ ഞാൻ പോരാടും. കഷ്ടപ്പെട്ട് തന്നെ ഞാൻ പഠിക്കും. ഞാൻ കാരണം സാറിന് നാണം കിടേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാക്കൂല. സുധാമണി എന്ന പേര് പറഞ്ഞ സാറിന് എന്നും അഭിമാനം തോന്നുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും, പഠിക്കും. അത് സാറ് കണ്ടോ? സുധാമണി പഠിക്കുന്ന 10D ക്ലാസുകൾ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? ആരുമെന്താ മറുപടി പറയാത്തത്? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് സാർ. സാറിന്റെ തീരുമാനം തീരെ പ്രായോഗികമല്ലായിരുന്നു. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, എങ്കിലും സ്മൂത്തായി നടപ്പാക്കാൻ സാധിക്കാത്ത ഒന്നാണ് സാർ അത്. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
ഇന്ന് സ്കൂളിൽ സുധാമണിയുടെ ആദ്യത്തെ ദിവസമായിരുന്നു. അവരെ എത്ര ദിവസം പഠിപ്പിച്ചാലും ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സർ. ഞങ്ങൾ ബാക്കിയുള്ള കുട്ടികളുടെ പോർഷൻസ് തീർക്കണോ അതോ സുധാമണിക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ് എടുക്കണോ? ഈ രീതിയിൽ പോയാൽ രണ്ടും നടക്കില്ല സർ. സുധാമണിക്ക് സ്കൂളല്ല, ഇന്റൻസ് കോച്ചിങ്ങാ വേണ്ടത്. വാസ്തവത്തിൽ സുധാമണി പല അധ്യാപികമാരെക്കാളും പ്രായം കൂടുതലുള്ള സ്ത്രീയാ. അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഗുണദോഷിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പഠിക്കുന്ന കാര്യം പോട്ടെ, സ്കൂൾ മാനേഴ്സ് പോലും ആ സ്ത്രീക്ക് വശമില്ല. എന്നും വൈകി വരികയും എന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ കയറി പോകുകയാണ് അവര് ചെയ്യുന്നത്. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ ക്ലാസ്സിന് പുറത്ത് നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സർ. സുധാമണി കാരണം മറ്റു കുട്ടികളുടെ ശ്രദ്ധ തെറ്റുന്നുണ്ട്. സുഭാഷ് സാറിന് പരാതികളൊന്നുമില്ലേ? എനിക്കിന്ന് 10 ക്ലാസ് ഉണ്ടായിരുന്നില്ല സാർ. സാറ് പറഞ്ഞതുപോലെ സുധാമണിക്ക് ഇത്തിരി കൂടി സാവകാശം കൊടുക്കാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സാർ കാര്യങ്ങളുടെ കിടപ്പ്. ഈ മുങ്ങുന്ന കപ്പലിനെ അപകടം കൂടാതെ എങ്ങനെ കരക്കടിപ്പിക്കാം? അവർക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ ക്ലാസുകൾ കൂടി സംഘടിപ്പിക്കേണ്ടി വരും. ഇവർക്കാർക്കും സുധാമണിക്ക് എക്സ്ട്രാ ക്ലാസ് നൽകാൻ താല്പര്യമില്ല സാർ. ഇങ്ങനെ പോയാ സുധാമണിക്ക് ഇവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല. അവരുടെ ആത്മവിശ്വാസം നശിക്കും. പഠനത്തിലുള്ള താല്പര്യം തന്നെ പോകും. ശരിയാണ്. ഇന്ന് സുധാമണി പരാജയപ്പെട്ടാൽ നാളെ സുധാമണിയെ പോലുള്ള മറ്റൊരാളും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടില്ല. സോ വി ഹാവ് ടു ടേക്ക് എ സീരിയസ്. നീ എന്തിനത് ഓഫ് ചെയ്ത്? അമ്മ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? നീ ആ റേഡിയോ വെച്ച. ഗിരീഷ് പുത്തഞ്ചേരിന്റെ പാട്ടുകൾക്ക് ഒരു വല്ലാത്ത മാജിക് ഉണ്ട്. മനുഷ്യരുടെ മനസ്സിലുള്ള ദുഃഖം ഐസാക്കി കളയുന്ന ഒരുതരം മാജിക്. അമ്മ വെറുതെ വിഷയം മാറ്റാൻ നോക്കണ്ട. അമ്മയ്ക്ക് മക്കളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ അമ്മയുടെ മനസ്സ് വായിച്ചെടുക്കാൻ ചില സമയത്ത് മക്കൾക്കും സാധിക്കും. എന്തിനാ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്നോടിപ്പോ ഇതാരാ പറഞ്ഞേ? മീനാക്ഷി. ഓ, അപ്പൊ ഓള് നമ്മളിടിയിരുന്ന് സംസാരിച്ച കാര്യമെല്ലാം കേട്ടിന്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ സമയവും കാലവും ഉണ്ട്. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സമയത്ത് ചെയ്യണം. എന്നാലേ പരിപൂർണ ശ്രദ്ധയോടുകൂടി അത് ചെയ്യാൻ പറ്റും. എനിക്ക് പഠനത്തിനൊരു സമയം ഉണ്ടായിരുന്നു, അന്നത് നടന്നില്ല. കതിരിമ്മയെ വളം വച്ച അത്രക്കത്രേ ഉണ്ടാവുള്ളൂ. അമ്മ ഇങ്ങനെ ഇരുന്ന് പിച്ചും പേയും പറയാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഹലോ, നാളത്തേക്കാ? എത്ര അക്കാ? 100 അക്കാ? അടിയന്തരാകുമ്പോ പായസം വേണ്ടി വരില്ലേ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പായസം തരുന്നതിൽ എന്നാപ്പാ ബുദ്ധിമുട്ട്? ഒരലക്ക് 130 ഉറുപ്പ്യാവും. ഇപ്പൊ ഉള്ള ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയത്. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്ക്. സ്വാദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതാലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഇത് മാത്രല്ലേ ഉള്ളൂ എനിക്ക് പണി. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ ചെയ്യൂ. ആ, അഡ്രസ്സും സമയവും നീ ഫോണിലേക്ക് മെസ്സേജ് ഇട്ടാ മതി. 50% അഡ്വാൻസ്. ആ, ഈ നമ്പറിലേക്ക് അക്കൗണ്ട് നമ്പർ അയക്കാം. ശരി. അമ്മേ, സ്കൂളിന്റെ കാര്യം എന്തായി? നീ ആ കാര്യം വിട്ടെ. ഇത് 15,000 രൂപേന്റെ ഓർഡറാ. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. അമ്മയുടെ മനസ്സിലുള്ളതൊന്നും പുറത്തു വന്നില്ല. പക്ഷേ അതെല്ലാം അമ്മയുടെ മുഖത്തും ശബ്ദത്തിലും വ്യക്തമാണ്. മനസ്സിൽ കൊണ്ടുകിടന്ന ഒരു വലിയ സ്വപ്നത്തെ സ്വയം ചവിട്ടിയരച്ച് കളഞ്ഞതിന്റെ എല്ലാ സങ്കടവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മീനു, മീനു, എന്താ? നീ എന്താ ഇന്ന് ഉച്ചക്ക് പട്ടിണി എടുക്കാനുള്ള പരിപാടിയാ? ഇന്നാ ബാഗിൽ വെക്കും. ആ, പിന്നെ ഇന്നലത്തെ നോട്ട്സ് ഒരുപാടുണ്ടാവും. കൂട്ടുകാരെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങിട്ട് മുഴുവൻ എഴുതിയെടുക്കണം കേട്ടാ. ഓ, ഇന്നലെ അമ്മ സ്കൂളിൽ പോയി. ഇപ്പൊ മോള് സ്കൂളിൽ പോകുന്നു. ഓ, ഇനി നാളെ അമ്മ വീണ്ടും സ്കൂളിൽ പോവായിരിക്കും. അല്ല, ഒരു സംശയം. നിങ്ങളെ ഷിഫ്റ്റ് വെച്ച് സ്കൂളിലെ സെക്യൂരിറ്റി പണി ചെയ്യാൻ പോവാണോ? അതോ
രണ്ടെണ്ണവും കൂടി ഒറ്റ ഫീസിൽ പഠിച്ച് പാസ്സാകാനുള്ള വേലത്തരമാണോ? പിള്ളേച്ച രാവിലെ തന്നെ വായിലിരിക്കുന്നു. മോളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടാ. അച്ഛന് സുധാന്റെ ഇങ്ങനെ പരിഹസിക്കുന്നതൊന്നും നിർത്തിക്കൂടെ? ഓഹോ, എത്തിയോ? കേറി പോയിക്കോടകത്ത്. അവളെന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. കേറി പോയകത്ത്. നിന്റെ പ്രാർത്ഥന ഗണപതി ഭഗവാൻ കേട്ടു. ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അതല്ലേ നീ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചത്? ഇത്രയും ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നെ സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റുമെങ്കിൽ ഐ ആം ഹാപ്പി. നാടകത്തിന്റെ അടുത്ത ഭാഗം ആരംഭിച്ചിരിക്കുന്നു. മൂത്തവൻ പെങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇളയവൻ തള്ളയെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വീട്ടിൽ രണ്ട് സ്ത്രീകൾ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥരാകുമ്പോ അവരെ കൊണ്ടു നടക്കുന്ന പണിയായിരിക്കും ആമ്പിള്ളേർ. അയ്യോ, ഇങ്ങനെ ചെറഞ്ഞു നോക്കല്ലേ, ഞാൻ കരിഞ്ഞു പോകും. അയ്യോ, നിന്റെ നോട്ടം കണ്ടാൽ ഞാനെന്തോ അനാവശ്യം പറഞ്ഞു തോന്നുമല്ലോ. അതെ, ആമ്പിള്ളേരെ ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങളെ തന്നെ. അല്ലാന്ന് നീ ചിന്തിച്ചോ നിന്റെ കുഴപ്പമാ കേട്ടോ. എന്തൊക്കെ അനാവശ്യ പിള്ളേച്ച നിങ്ങൾ ഈ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്ത് അനാവശ്യ നിങ്ങൾ വിളിച്ചു കൂവുന്നേന്ന്? ഓ, അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ലെങ്കിൽ തന്നെ പറയാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നിന്റെ വീട്ടുകാർ ചെയ്യാറുണ്ടോ? ഞാൻ തിരിച്ചൊന്നും പറയാത്തത് നിങ്ങളെ പറയാൻ അറിയാത്തതുകൊണ്ടോ പേടിച്ചിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ഇതിന്റെ ഉടമസ്ഥനായതുകൊണ്ടും പ്രായത്തിൽ മൂത്തതായതുകൊണ്ടും മാത്രമാണ്. അമ്മയാ, അമ്മ അമ്മയുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാനും എന്റെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണ്. എന്റെ ഇതുവരെയുള്ള പഠിപ്പ് വെച്ച് കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഞാനും ജീവിച്ചോളാം. സാഗർ, നീ എന്താ അനാവശ്യമാടാ ഈ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക് മോനെ. ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക്. ഞാൻ ഉറപ്പിച്ച് പറയാം, അമ്മ അമ്മയുടെ പഠിത്തം തുടർന്നാലേ ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. ഞാൻ നല്ല മാർക്ക് വാങ്ങി ജയിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ നല്ല രീതിയിൽ സെറ്റിൽ ആവണമെന്ന് അമ്മ സ്വപ്നം കാണുന്നില്ലേ? ആടാ, അങ്ങനെയാണെങ്കിൽ ആദ്യം അമ്മ സെറ്റിൽ ആവണം സ്കൂളിൽ. ദയവേത് നീ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കല്ലേ. ഇതൊരു വെല്ലുവിളി അല്ല അമ്മേ. തോൽക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടെന്നുള്ള വാഗ്ദാനമാണ്. തീരുമാനം അമ്മയുടേതാ, റിസൾട്ട് എന്റേതും. ഈശ്വര, ഇങ്ങനെ ഓരോരുത്തരായി ഊഴം കാത്തുനിന്ന് എന്നെ കുഴപ്പിച്ചു കൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? താങ്ക് യു സർ. സർ, കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ്. ഇതിൽ സുധാമണിയുടെ പേരില്ലല്ലോ. സുധാമണിക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടോ? ഐ തിങ്ക് സോ. ഇപ്പോ സുധാമണിയുടെ മകൾ മീനാക്ഷി സ്കൂളിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ സുധാമണിയെ അവളോടൊപ്പം കണ്ടില്ല. അവർക്ക് ഒരുപാട് തിരക്കുകളുള്ളതല്ലേ സർ. മറ്റെന്തെങ്കിലും അത്യാവശ്യ ജോലി കാരണം സുധാമണി അവധിയെടുത്തതായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ മകളോടൊപ്പം അല്ലാതെ അവർ തനിയെ വരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ സുധാമണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി ഇപ്പോ പഠനവും ഈ സ്കൂളുമാണ്. എന്നിട്ടും അവർ വരാതിരുന്നെങ്കിൽ അതിന്റെ കാരണം എന്റെ ഒരു സംശയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട്. അതിനും ചാൻസ് ഉണ്ട്. പക്ഷെ പ്രതിബന്ധങ്ങളെ മണിമണിയായി തട്ടിത്തെറിപ്പിച്ച് മുന്നേറുന്ന ഒരു നേച്ചറാണ് സുധാമണിയുടേത്. അക്കാര്യം എനിക്കും അനുഭവമുള്ളതാ. എന്നാൽ പുറമേ ഉള്ളവരോട് വീറോടെ പോരാടി ജയിക്കുന്നവരെല്ലാം
തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ ശാഠ്യത്തിന് മുന്നിൽ പരാജയം സമ്മതിക്കാവും പതിവ്. ഈ സുധാമണിയുടെ കാര്യവും വ്യത്യസ്തമാവില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സുധാമണി പഠിക്കുന്ന കാര്യത്തിൽ അവരുടെ മക്കൾക്ക് താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് മീനാക്ഷി. അവൾക്കതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഷീസ് ടോട്ടലി അഗെയിൻസ്റ്റ് സുധാമണി കമ്മിങ് ടു ദിസ് സ്കൂൾ. മക്കൾ സുധാമണിയെ സ്കൂളിലേക്ക് വരുന്നതിൽ നിന്നും വിലക്കിയതാവുമെന്ന എന്റെ ഊഹം. 3 മക്കൾക്കും ഒരുപോലെ എതിർപ്പുണ്ടാവൂ? അമ്മയെ പിന്തുണയ്ക്കുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവില്ലേ? എതിർപ്പ് കോമൺ ആയിരിക്കാനാണ് സാധ്യത. അതിന്റെ ഇന്റൻസിറ്റിയിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകുമായിരിക്കും. മീനാക്ഷിയുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇത്തരമൊരു കണ്ടീഷൻ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു കുട്ടികളുടെ പരിഹാസവും അപമാനവും ഒന്നും മീനാക്ഷിക്ക് താങ്ങാനാവില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് ശ്രമിച്ചൂടെ സാർ? ഞാനും അത് ആലോചിക്കാതെ അല്ല ഹരി. പക്ഷേ അതെങ്ങനെ? 2 ഡിവിഷനുകളിലേക്ക് മാറ്റിയാലും അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത് നമുക്ക് എങ്ങനെ തടയാനാവും? രണ്ടുപേരും ഈ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഒരളവിൽ കവിഞ്ഞു ഇക്കാര്യത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാനും സമ്മർദ്ദം ചെലുത്താനും കഴിയില്ലല്ലോ. എന്തായാലും സുധാമണിയോട് ഞാനൊന്ന് സംസാരിക്കാം. എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് അറിയണ്ടേ? ക്ലാസ്സിൽ അമ്മ ഇരിക്കുന്നെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കില്ല. ഇനി സ്കൂളിലേക്ക് ഞാനാണോ അമ്മയാണോ പോകേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിച്ചു. പഠിക്കാൻ വിടാണ്ട് പരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കാന്നല്ലോ മുത്തപ്പ. അമ്മ അമ്മയുടെ പഠിത്തം തുടർന്നാലേ ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. തോൽക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടെന്നുള്ള വാഗ്ദാനമാണ്. തീരുമാനം അമ്മയുടേതാ, റിസൾട്ട് എന്റേതും. ഈ തടസ്സങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വിശ്വനാഥൻ സാറിനോട് സംസാരിച്ച ചിലപ്പോ അദ്ദേഹം എന്തെങ്കിലും പോംവഴി ഉപദേശിച്ച് തന്നേക്കും. ഞാൻ ഒരിക്കലും ആ ടെസ്റ്റ് പാസ്സാവുന്ന ഓള് പ്രതീക്ഷിക്കൂല. അതുകൊണ്ട് ഓളിത് സമ്മതിക്കും. എന്റെ കാര്യത്തിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് ശരി. അപ്പൊ സ്വയം തടിതപ്പാനുള്ള മാർഗോ പറഞ്ഞു വരുന്നത് അല്ലേ? അയ്യോ, ഒരിക്കലും അല്ല സാറേ. അവസരം കിട്ടിയ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. I am there. അപ്പോ അടുത്ത സ്റ്റെപ്പ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഒരു കണ്ടീഷൻ കൂടെ ബാക്കിയുണ്ട് മീനാക്ഷി. ഇപ്പോ കിട്ടുന്ന ഈ 3 മാസത്തെ ഇടവേളയിൽ മീനാക്ഷിയും നല്ലവണ്ണം പഠിക്കണം. നിനക്ക് ട്യൂഷൻ ഉള്ളതിനാൽ 80% മാർക്ക് വാങ്ങി നീയും നിന്റെ കഴിവ് തെളിയിക്കണം. 80%? അതെ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് നമ്മൾ പാസ് മാർക്കിന്റെ ടാർഗറ്റ് കൊടുക്കുമ്പോ എല്ലാം അറിയുന്ന, അതിനു മുകളിൽ ട്യൂഷനുമുള്ള മീനാക്ഷിയെ പോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് മിനിമം 80% ചലഞ്ചെങ്കിലും തരണ്ടേ? മീനാക്ഷി പുറത്തൊരു ട്യൂഷൻ സെന്ററില് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. കുറച്ചും കൂടി ഓള് പഠിത്തത്തിൽ ശ്രദ്ധിച്ചാ ഓള് ചിലപ്പോ നല്ല മാർക്ക് വാങ്ങിക്കും. എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ഓൾ ഒരു 80% മാർക്കെങ്കിലും വാങ്ങിക്കും. ഒരു കുഗ്രാമത്തിലെ സ്കൂളില് മലയാളം മീഡിയം പഠിച്ച എനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നുണ്ടാവും. പരീക്ഷയിൽ ഞാൻ ഒരിക്കലും പാസ്സാവില്ലാന്ന് മീനാക്ഷി വിചാരിക്കുന്നോണ്ട് സാറ് പറയുന്ന നിബന്ധന ഓൾ ഓക്കേന്ന് പറയും. ഈ 3 മാസത്തെ ഗ്യാപ്പില് എനിക്ക് ബാലുവിന്റെ കല്യാണം മനസമാധാനത്തോടു കൂടി നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവും. നമ്മുടെ സ്കൂളിലെ സൈക്കോളജി ടീച്ചറിന്റെ ഒരു ഒഴിവുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ പഠിച്ചൊരു ഡിഗ്രിയെല്ലാം എടുക്കട്ടെ, എന്നിട്ടാലോചിക്കാം. ഞാൻ തയ്യാറാണ് സർ. ഐ അക്സെപ്റ്റ് ദിസ് ചലഞ്ച്. സാറ് പറയുന്ന എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് 100% ഉറപ്പുണ്ട് ഇന്റേണൽ എക്സാമിൽ എന്റെ അമ്മ ഉറപ്പായും പരാജയപ്പെടും. പക്ഷെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ
സാർ ഈ പറഞ്ഞ 80% മാർക്ക് എനിക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യു ക്യാൻ ഗോ. മീൻ മാർക്കറ്റിലെ ലേലം വിളി പോലെയായിരുന്നു ഇന്ന് വിശ്വനാഥൻ സാറിന്റെ ഓഫീസിൽ സംഭവിച്ചത്. ഒക്കെ അമ്മ കാരണം. എന്താണ് അമ്മയുടെ പ്രശ്നമെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരുടെ അമ്മമാരെ പോലെ ഒരു സാധാരണ അമ്മയായിരിക്കാൻ അവർക്കെന്താ പറ്റാത്തെ? എന്റെ മീനു, ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് നിന്റെ മുൻജന്മ സുഹൃതം കൊണ്ടാ. നിന്റെ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സ്കൂളിൽ നീ പഠിക്കില്ലായിരുന്നു. ചെറുതാണെങ്കിലും ഇത്രയും സൗകര്യമുള്ളൊരു വീട് നിങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. ഇത്രയും നല്ല വസ്ത്രങ്ങൾ നീ ധരിക്കില്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്ന ആ അമ്മയെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കും. അമ്മ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ വരെ എനിക്ക് അമ്മയോട് യാതൊരു ബഹുമാനക്കുറവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ എന്റെ സ്കൂളിൽ ഡിവിഷൻ മാറാൻ പോവാ. അമ്മയോടൊപ്പം ഒരേ ഡിവിഷനിൽ ഇരുന്ന് പഠിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല മഞ്ജുള ആന്റി. അത് മാത്രമല്ല, ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും 80% മാർക്ക് വാങ്ങി പാസ്സാവും. ആന്റി നോക്കിക്കോ. മഞ്ജു. ആ പ്രവീണേട്ടാ, ഇവിടെ മീനുട്ടിയുണ്ട്, കാണിച്ചു തരാം. ദേ. ഹായ് മീനു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അവളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വർഷം 80% മുകളിൽ മാർക്ക് വാങ്ങുമെന്ന് അവള് വാക്ക് തന്നിരിക്കുക. 80% ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. ഒന്നുകൂടി ശ്രമിച്ച് എങ്ങനെയെങ്കിലും 90 നോക്ക്. പിന്നെ സുധാമണി ചേച്ചിക്ക് സുഖാണോ? പിന്നെ പരമസുഖല്ലേ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ എന്തായാലും കട്ടുറും പോകുന്നില്ല. ബൈ പ്രവീൺ അങ്കിൾ. ബൈ ബൈ. അതെ, അടുത്ത ആഴ്ച എന്താ നിന്റെ പരിപാടി? എന്ത് ചോദ്യ പ്രവീണേട്ടാ, എനിക്ക് എന്ത് പരിപാടിയാ? അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കുക. അതുപോട്ടെ, എന്താ പതിവില്ലാതെ ഇങ്ങനൊരു ചോദ്യം? അല്ല, ഞാൻ അടുത്ത ആഴ്ച ഒന്നങ്ങോട്ട് വന്നാലോന്ന് ആലോചിക്കുക. സത്യമായിട്ടും? അതെ മോളെ. അമ്മേ, ഇത് കേട്ടോ? പ്രവീണേട്ടൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നെന്ന്. ആണോ മോളെ? ആ, വേഗം വാ. അമ്മ വരുന്നുണ്ടേ. ആ മോനെ. അമ്മേ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഈ പൊന്നുമോളുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുക. നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാനൊന്ന് പൂജാമുറി പോയി ഭഗവാനെ വിളിച്ചിട്ട് വരാം. പൂജാമുറിയിലേക്കെന്ന് ചുമ്മാ പറഞ്ഞിട്ട് പോയതാ. നേരെ ബാത്റൂമിൽ കയറി കഥ കടച്ചിട്ട് കരയാനാ പരിപാടി. എന്തായാലും എന്റെ ഒരാഴ്ചത്തെ ഉറക്കം പോയി കിട്ടി. ഹലോ. ഞാൻ സുധേച്ചി തിരക്കി വീട്ടിൽ പോയിരുന്നു. സുധേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നോ? എന്തോ ഞാനിപ്പോ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു തോന്നല്. ചേച്ചി വല്ലപ്പോഴുമെങ്കിലും ഒറ്റയ്ക്കിരിക്കണം. എപ്പോഴും ഇങ്ങനെ വിശ്രമമില്ലാതെ ഓട്ടത്തിലല്ലേ, മക്കൾക്ക് വേണ്ടിയും ഈ കോളനിയിലെ ഓരോരുത്തർക്കും വേണ്ടിയും. ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുകിട്ടാനാ പാട്. ഒറ്റയ്ക്കിരുന്ന വല്ലാണ്ട് സങ്കടം വരും. ആവശ്യമില്ലാത്ത എല്ലാം ചിന്തിച്ചു കൂട്ടും. പിന്നെ ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത മുഖങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇടിച്ചു കയറി വരും. എനിക്കിങ്ങനെ എപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. തിരക്ക് പിടിച്ചാ പിന്നെ മറ്റൊന്നിനും നേരം കിട്ടൂലല്ലോ. വേറൊന്നും ഓർമ്മിക്കുകയും വേണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട സുധേച്ചി, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്തായാലും മീനാക്ഷിയുമായുള്ള സ്കൂളിലെ പ്രശ്നത്തിനെ വളരെ ബുദ്ധിപൂർവ്വം ചേച്ചി കൈകാര്യം ചെയ്തു. ഈ പ്രശ്നപരിഹാരം ഇപ്പോഴത്തേക്ക് മാത്രം മഞ്ജു. മീനാക്ഷിക്ക് പരീക്ഷയിൽ 80% മാർക്ക് കിട്ടുകയും ചെയ്യും, ഞാൻ പരീക്ഷയെ തോക്കുകയും ചെയ്യും. എന്നാ എന്റെ അടപ്പ് തെറിക്കുകയും ചെയ്യും. സുധാമണി ഇന്നേ വരെ തോറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? താങ്ക് യു ഫോർ ദി കോമ്പിനേഷൻ. കോംപ്ലിമെന്റ്. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? യെസ്.
2-3 ദിവസം കൊണ്ട് എന്ത് മാറ്റമാണെന്ന് നോക്കിയേ, സുതേച്ചി തകർക്കും, എനിക്ക് ഉറപ്പാ. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷയെ കുറിച്ച് ഓർത്ത് ചേച്ചി പേടിക്കേ വേണ്ട. യു വിൽ വിൻ. യെസ്, ഐ വിൽ വിൻ. നിന്റെ മുഖം നല്ല ചുമന്ന് തുടുത്തിട്ടുണ്ടല്ലോ. ദുബായ് കോളാന്ന കാരണം. കണ്ടോ ചേച്ചി, ഇത് എത്ര കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. പ്രവീണേട്ടൻ വരുന്ന ചേച്ചി. ശരിക്കും? ആ അതെ. എനിക്ക് സന്തോഷായില്ലേ? എന്തിനാ കണ്ണു നിറയുന്നത്? ഇങ്ങ് നോക്കിയ രാമായണത്തില് വനവാസത്തിന് പോയ ലക്ഷ്മണനെ കാത്തിരുന്ന ഊർമിളേനെ പോലെ ഇത്രയും നാളോനെ പിരിഞ്ഞിരുന്നിട്ട് ഓൻ വരാൻ പോകുമ്പോ കരയാ വേണ്ട? എനിക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളല്ലേ ഇനി അങ്ങോട്ട്. അതുകൊണ്ട് എന്റെ മോള് ചിരിച്ചാ മതി. ഇത്രയും നാളും കരച്ചിലായിരുന്നു മനസ്സിനൊരാശ്വാസം. അതുകൊണ്ടാ അതിന് വിട്ടുപോകാനൊരു മടി. പക്ഷേ ഉണ്ടല്ലോ, കരച്ചില് കഴിഞ്ഞു വരുന്ന സന്തോഷത്തിന് മധുരം കൂടും. അതുകൊണ്ട് നോ, ബാക്കി പറ. മോർ ടിയേഴ്സ്. ആ തന്നെ. സത്യത്തിൽ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ശരിക്കും ഒറ്റപ്പെട്ടു പോയേനെ. ഇത്രയും ദിവസം ചേച്ചീനെ പൊന്നുപോലെ നോക്കിയില്ലേ, ആ കടം ഞാൻ എന്ത് തന്നു വീട്ടും? എന്റെ മീനാക്ഷിനെ സ്വന്തം മോളെ പോലെ നോക്കിയിട്ട് ആ കടം വീട്ടിൽ കഴിഞ്ഞു അല്ലേ? അതൊന്നും ചേച്ചി എനിക്ക് തന്ന സ്നേഹത്തിനൊപ്പം വരില്ല. അങ്ങനെ നീ കണക്കൊന്നും കൂട്ടി നോക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യ മഞ്ജു. വാട്ട് ഡിഡ് ലാൻചോ ഹോപ്പ് ഫോർ? ലാൻചോ ഹോപ്ഡ് ഫോർ. ലാൻചോ ഹോപ്ഡ് ഫോർ. ലാൻചോ hoped for good harvest and ബാലു, മണി 12 കഴിഞ്ഞടാ. എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനല്ലേ? പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മയ്ക്ക് രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ? എന്താ ഉറക്ക അമ്മയ്ക്ക് ബാധകമൊന്നും അല്ലേ? ഞാൻ കിടന്നുറങ്ങിയാലേ എന്റെ സ്വപ്നങ്ങളും മറ്റാരെങ്കിലും നിറവേറ്റോ? ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാ അമ്മേ സ്വപ്നങ്ങൾ കാണുന്നത്? പഴയ ശാസ്ത്രജ്ഞൻ, മരിച്ചുപോയ നമ്മളെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മളെ സ്വപ്നങ്ങൾ എന്ന്. കൊള്ളാലോ ഡയലോഗൊക്കെ. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ പോകെ പോകെ എന്തായിരിക്കും? പോടാ, ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചൊന്നല്ല. പിന്നെ ആരോ പറഞ്ഞു കേട്ടതാ. ഞാൻ നന്നായിട്ട് ഉറങ്ങും ബാലു. എന്റെ ആഗ്രഹങ്ങളിൽ ഒരു കരക്കെത്തിച്ചിട്ട് സമാധാനായിട്ട് ഉറങ്ങും. അമ്മ, ആ മീനാക്ഷിക്ക് ഒരു വലിയ ചലഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പക്ഷേ ആ ചലഞ്ച് അമ്മയ്ക്കും ബാധകമാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. പരീക്ഷ എഴുതണം, പാസ്സാകണം. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എളുപ്പമുള്ള കാര്യമല്ലെങ്കിലേ നീ എന്നെ ഒന്ന് സഹായിക്കേ. മാത്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അമ്മ എന്നോട് ചോദിച്ചോ, ഞാൻ അമ്മയ്ക്ക് ക്ലിയർ ചെയ്ത് തരാം. മാത്സിൽ നീ എന്നെ ക്ലിയർ ചെയ്യണ്ട. അതിന് എനിക്ക് സ്കൂളിലെ ക്ലാസ് തന്നെ ധാരാളം. എന്റെ ഇപ്പോഴത്തെ പ്രശ്നേ ഇംഗ്ലീഷാ. ഇംഗ്ലീഷിൽ എന്താ പ്രശ്നം? വാട്ട് ഓഫീസ് യു ഡു ടുഡേ? കറക്റ്റ് അല്ലേ? തെറ്റാണ്. എനിക്കറിയാം തെറ്റായിരിക്കും. വാട്ട് ഡിഡ് യു ഡു ഇൻ ദ ഓഫീസ് ടുഡേ? പറഞ്ഞേ. വാട്ട് ഡിഡ് യു ഡു ഇൻ ദ ഓഫീസ് ടുഡേ? ഇപ്പൊ കറക്റ്റായോ? യെസ്. ഈ സഹായ എനിക്ക് വേണ്ട. ഇനി മുതലേ ഞാൻ എന്നോട് ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂ. എന്റെ പൊട്ട ഇംഗ്ലീഷിലെ തെറ്റുകളെല്ലാം തിരുത്തി നീ എന്നെ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എന്റെ പൊട്ടത്തരത്തിന്റെ പേരിൽ നീ എത്ര കളിയാക്കി ചിരിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. നീ കളിയാക്കി ചിരിക്കണം, എന്നാലേ ഞാൻ നന്നാവൂടെ. അങ്ങനെ പഠിക്കുമ്പോ അതെനിക്കൊരു ഉപകാരവും നിനക്കൊരു പലഹാരവും ആവും. എന്താ?